ഇത് 3 മാസമല്ല 30 വർഷത്തിനും പുറമേ ആയിട്ട് ഈ കടലാക്രമണവും ഇവിടുത്തെ തീരദേശവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നു. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്. അതുകൊണ്ട് മന്ത്രി നേരിട്ട് വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കേന്ദ്ര ഫിഷറി സംഘത്തെ ഇന്നിവിടെ അയച്ചിരിക്കുന്നു. അവർ വന്ന് ഈ പ്രദേശം മുഴുവൻ കണ്ടിരിക്കുന്നു. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കും. ഉടനെ 2 ദിവസത്തിനുള്ള നടപടി നല്ല പറഞ്ഞു വരുന്നത് ശക്തമായൊരു പരിഹാര മാർഗത്തിന് വഴി തേടാനുള്ളതാണ്. കാരണം ഒരു ജൂൺ മാസം കഴിയുമ്പോഴത്തേക്ക് സർക്കാർ പുതിയതായിട്ട് വരും. വന്നു കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് വീണ്ടും ഒരു സംഘത്തെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ശാശ്വതമായ പരിഹാരത്തിന് നടപടി എടുക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഫിഷറി സംഘം ഇവിടെ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടു, ഇവിടുത്തെ MP-യും ഇവിടുത്തെ MLA വന്നോന്നുമില്ല, എനിക്കറിയത്തില്ല. ഇവർ വരുന്നു, ഇവർ ശക്തമായ വിരോധം നടത്തുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കുന്നു. ഈ താൽക്കാലിക ആശ്വാസം എത്ര നാൾ കൊടുക്കാൻ പറ്റും? എന്നും എപ്പോഴും നമ്മൾ പറയുന്നത് ശാശ്വതമായ പരിഹാരം, അതായത് നമുക്ക് പറയാൻ കഴിയുന്നതേ ചെയ്യൂ, ചെയ്യാൻ കഴിയുന്നതേ നമ്മൾ പറയാവൂ. ഈ 2 കാര്യത്തിൽ എന്നും വിശ്വസിക്കുന്നു. ഇന്ന് ഈ കടൽ തീരവാസികളുടെ ഒപ്പം നിൽക്കുകയാണ്. ഇവരുടെ ഏത് പ്രശ്നത്തിനും ഏത് അളവ് വരെയും കൂടെ നിന്ന് ഒരു ശാശ്വത പരിഹാരത്തിന് ഞാൻ എന്നും കൂടെ ഉണ്ടാവുന്ന ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചും എൻ്റെ വീട് നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ വെച്ചും നിങ്ങളോട് ഞാൻ വാക്ക് തരികയാണ്. തീർച്ചയായിട്ടും അതിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മാതൃകയായിരിക്കും. ഇപ്പോൾ ഇവർക്കറിയാം കടലിൻ്റെ രൂപവും ഭാവവും മാറുന്നത് ഓരോ സ്ഥലങ്ങളിൽ. അതാത് സ്ഥലങ്ങളിൽ എന്താണോ അത് ശാസ്ത്രീയമായി പഠിച്ചു വേണം. അല്ലാതെ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം, ഒരു പുലിമുട്ട് കെട്ടിയാൽ തീരും, അങ്ങനെയല്ല. ഈ പുലിമുട്ട് കെട്ടിയാൽ ഇവിടെ പ്രശ്നം പരിഹരിക്കും, അപ്പുറത്ത് പ്രശ്നം ഉണ്ടാകുമോ, ഇതെല്ലാം പഠിക്കേണ്ടവരാണ്. നമ്മളത് പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയൊരു സംഘത്തെ കൊണ്ട് പഠിപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ നല്ലതും ഇവർക്ക് നീണ്ടകാലം സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു പരിഹാര മാർഗം, ഒപ്പം ഇവരുടെ വീടുകളുടെ കാര്യത്തിൽ അതും വലിയൊരു തീരുമാനമെടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ പള്ളികളുമായിട്ടും എല്ലാ ആൾക്കാരുമായിട്ട് ഇരുന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കാരണം ഒരു വിഭാഗത്തിന് പറയുന്നൊരു സമാധാന ശ്രമം അതല്ല വേണ്ടത്. എല്ലാവർക്കും ചേരുന്നത്, അതായത് ഈ കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആലപ്പുഴയും അപ്പുറത്ത് ആറ്റിങ്ങലും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് എല്ലാവർക്കും പരിഹാരമുണ്ടാക്കുന്ന ഒരു ശാശ്വതമായ ഒരു സൊല്യൂഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനകത്ത് ഞാനും രാഷ്ട്രീയക്കാരനാണിപ്പോൾ. ഈ രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് എപ്പോഴും ഓരോന്ന് പറയും. ഞാൻ ഇപ്പോഴും പറയുന്നു, നമുക്കെല്ലാ രാഷ്ട്രീയക്കാർക്കും വോട്ടെല്ലാം വേണം. പക്ഷേ വോട്ടിനായിട്ട് വാക്കുകൾ വെറുതെ ഇട്ട് കളിക്കരുത്. കാരണം ഇവരുടെ ജീവനിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വോട്ട് തന്നാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ രാഷ്ട്ര നിർമ്മാണവും ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ അവരുടെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അത് ജയിച്ചോ തോറ്റോ ഇവിടെ നിന്ന് പ്രവർത്തിക്കുക. ഇതാണ് എൻ്റെ ഒരു ലക്ഷ്യവും എൻ്റെ ഒരു ഉന്നവും. അതുകൊണ്ട് നിങ്ങളോടെല്ലാം പറയാനുള്ളത് വെച്ചാൽ നിങ്ങളും ചർച്ചയിൽ പങ്കാളികളാവുക. അവിടെ വന്നൊരു വഴക്കും ബഹളമല്ല. സർവ്വ രാഷ്ട്രീയക്കാരെയും വിളിക്കുക, കളക്ടറെ വിളിക്കുക, അതുപോലെ കേന്ദ്ര ഉദ്യോഗസ്ഥരെ വിളിക്കുക. പഠനത്തിൻ്റെ വലിയ ഗ്രൂപ്പുകളുണ്ട്, ഇപ്പോൾ LNT പോലുള്ള ഗ്രൂപ്പുകളൊക്കെ. അവരെ എല്ലാവരെയും കൂടി വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ശാശ്വതമായ പരിഹാരത്തിന് എന്നും ഞാൻ കൂടെ ഉണ്ടാവും.